ഒരു സക്സസ്ഫുൾ ആഡ് എന്ന് പറയുന്നത് ലോ കോസ്റ്റിൽ ലീഡ്, വാട്സപ്പ്, കോള് ഇതൊന്നും ജനറേറ്റ് ചെയ്യുന്നതല്ല. പകരം ഒരു കസ്റ്റമറെ ആക്വയർ ചെയ്യാനുള്ള കസ്റ്റമർ അക്യൂസിയേഷൻ കോസ്റ്റ് മാക്സിമം കുറച്ച് കൊണ്ടുവരുന്ന സമയത്താണ് ഒരു ക്യാമ്പയിൻ സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ സക്സസ്ഫുൾ അല്ല, അതായത് നിങ്ങളുടെ ഒരു കസ്റ്റമർ അക്യൂസിയേഷൻ കോസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കസ്റ്റമർ അക്യൂസിയേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. Hey, once again, this is Raees from Adox Digital. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ എക്സ്പേർട്ടാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വൈ എന്ന ഒരു B2B സോഫ്റ്റ്വെയർ വെൻഡർ കമ്പനി ഉണ്ട്. ആക്ച്വലി ഇവർ 2 ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് നടത്തുന്നത്. ഒന്നാമത്തേത് ഡയറക്റ്റ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ്. ഡയറക്റ്റ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസീജിയറും എക്സ്പെൻസീവും ആണ്. രണ്ടാമതായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് PPC ക്യാമ്പയിൻസ് ആണ്. ആക്ച്വലി PPC ക്യാമ്പയിൻസ് ഇവർക്ക് നല്ല റിസൾട്ട് നൽകുന്നുണ്ട്. പക്ഷേ ഈ 2 മാർക്കറ്റിംഗ് ടെക്നിക്സുകളിലും ഇവരെ കസ്റ്റമർ അക്വയർ ചെയ്യാനുള്ള കോസ്റ്റ് കുറച്ച് ഹൈ ആണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മാർക്കറ്റിംഗ് ടെക്നിക്സ് വഴി കിട്ടുന്ന ലീഡ്സിനെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഇവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനുള്ള വൈ എന്ന കമ്പനിക്കുള്ള ഒരു സൊല്യൂഷനാണ് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വൈ എന്ന കമ്പനിക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കിട്ടുന്ന ലീഡ്സിനെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കും. കസ്റ്റമേഴ്സിന്റെ പ്രയോറിറ്റി, അതിന്റെ കാറ്റഗറി, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ഇമെയിൽ വഴിയും വാട്സപ്പ് വഴിയും ഓട്ടോമേഷൻസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക.